Today's topic is integration using trigonometric identity. Important trigonometric identities. Sin squared x is equal to 1 minus cos 2x divided by 2. Cos squared x is equal to 1 plus cos 2x divided by 2. Sin cube x is equal to 3 sin x minus sin 3x divided by 4. Cos cube x is equal to 3 cos x plus cos 3x divided by 4. 2 sin x into cos y is equal to sin x plus y plus sin x minus y. 2 cos x into sin y is equal to sin x plus y minus sin x minus y. 2 cos x cos y is equal to cos x plus y plus cos x minus y. And 2 sin x sin y is equal to cos x minus y minus cos x plus y. First problem, integral of cos squared x dx. Cos squared x നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ 1 plus cos 2x divided by 2 എന്ന റിസൾട്ട് എഴുതി ചെയ്യണം. സൈൻ സ്ക്വയർഡ് എക്സ് ആണെങ്കിൽ സൈൻ സ്ക്വയർഡ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 എന്ന റിസൾട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കോസ് സ്ക്വയർഡ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ കോസ് സ്ക്വയർഡ് എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2x by 2 എന്നുള്ള റിസൾട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. Therefore, integral cos squared x is equal to integral 1 plus cos 2x divided by 2 dx. 1 by 2 is a constant taking outside. Integral 1 plus cos 2x by 2 അതിലെ 1 by 2 പുറത്തെടുത്തപ്പോൾ 1 by 2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 പ്ലസ് കോസ് 2x എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 1 ഈസ് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് കോസ് 2x. 2x ലീനിയർ പോളിനോമിയലാണ് എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ കോസ് എക്സ് എന്ന് വരും. കോസ് എക്സിൻ്റെ സൈൻ എക്സ്. Therefore, sin 2x x ആയിട്ട് എടുത്ത പോളിനോമിയലിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Therefore, sin 2x by 2. Therefore, the answer is half into x plus sin 2x divided by 2. Second problem, integral sin cube x dx. Sin cube x നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ sin cube x is equal to 3 sin x minus sin 3x divided by 4 എന്ന ഐഡൻറ്റിറ്റി ഉപയോഗിക്കണം. അതേസമയം cos cube x ആണെങ്കിൽ 3 cos x plus cos 3x divided by 4 എന്ന ഐഡൻറ്റിറ്റിയാണ് ഉപയോഗിക്കേണ്ടത്. Here, sin cube x is equal to 3 sin x minus sin 3x divided by 4. Therefore, integral of sin cube x dx is equal to integral of 3 sin x minus sin 3x divided by 4. 1 by 4 is a constant taking outside. Integral 3 sin x minus sin 3x dx. That is equal to 1 by 4 into integral of 3 sin x. 3 is a constant and integral of sin x is minus cos x minus sin 3x. 3x ലീനിയർ പോളിനോമിയലാണ് എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ sin x എന്നാകും. sin xൻ്റെ മൈനസ് കോസ് എക്സ്. ദെർഫോർ മൈനസ് കോസ് 3x ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 ലീനിയർ പോളിനോമിയലായിട്ട് എടുത്താൽ ആ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെർഫോർ ദിസ് ഈസ് ഈക്വൽ ടു 1 by 4 ഇൻറ്റു മൈനസ് 3 കോസ് എക്സ് minus minus is plus cos 3x divided by 3 plus c. Therefore, the answer is 1 by 4 into minus 3 cos x plus cos 3x by 3 plus c.
Third problem, integral sin 2x into cos 3x dx. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആയ സൈൻ കോസ് എന്നിവയുടെ പ്രോഡക്റ്റുകൾ വരുമ്പോൾ അവയെ കറസ്പോണ്ടിങ് സമ്മോ അല്ല എങ്കിൽ ഡിഫറൻസോ ആക്കി എക്സ്പ്രസ് ചെയ്ത ശേഷം വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അല്ലാതെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻ്റഗ്രേഷൻ നമ്മൾ പ്രോഡക്റ്റ് റൂൾ പഠിക്കുന്നില്ല. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് വരുമ്പോൾ സമ്മോ ഡിഫറൻസോ ആക്കി മാറ്റണം. അത് ഇവിടെ ഇതിനെ 2x-നെ x ആയിട്ടും 3x-നെ y ആയിട്ടും എടുത്താൽ ഇത് sin x cos y ഫോമാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന റിസൾട്ട് ഇതാണ്. 2 sin x cos y ഈസ് ഈക്വൽ ടു sin x plus y plus sin x minus y. സൈനിൻ്റെയും കോസിൻ്റെയും പ്രോഡക്റ്റിനെ രണ്ട് സൈൻ ഫംഗ്ഷൻസിൻ്റെ സമ്മാക്കി നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഇവിടെ ക്വസ്റ്റ്യനിലൊരു 2 ഇല്ല, 2ൻ്റെ കുറവുണ്ട്. sin x sin y എന്ന് മാത്രമേ ഉള്ളൂ. sin x sin y is therefore sin x plus y plus sin x minus y divided by 2. കാരണം ക്വസ്റ്റ്യനിൽ 2 ഇല്ല, വെറും sin x sin y മാത്രമേ ഉള്ളൂ. therefore integral sin 2x into cos 3x dx is equal to, ഇതിനെ നമ്മൾ x ആയിട്ട് എടുത്തു, 3x-നെ y ആയിട്ട് എടുത്തു, ഈക്വൽ ടു ഇൻ്റഗ്രൽ sin x plus y 2x plus 3x plus sin 2x minus 3x whole divided by 2. 1/2 നമുക്ക് പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ sin 5x plus sin 2x minus 3x is minus x dx. And we know that sin minus x is equal to minus sin x. This is equal to half into integral sin 5x minus sin x dx. This is equal to half into integral of sin 5x. Integral of sin x is equal to minus cos x. 5x-നെ x ആയിട്ട് എടുത്തു. അപ്പോൾ മൈനസ് cos x ബൈ cos 5x ബൈ x ആയിട്ട് എടുത്ത ടേമിലെ x-ൻ്റെ കോഎഫിഷ്യൻറ്റ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. മൈനസ് integral of sin x is minus cos x. Okay, therefore the answer is half into integral half into minus cos 5x by 5 plus cos x plus c. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആയ സൈൻ കോസ് എന്നിവയുടെ പ്രോഡക്റ്റ് വരുമ്പോൾ കറസ്പോണ്ടിങ് സമ്മോ ഡിഫറൻസോ ആയി എക്സ്പ്രസ് ചെയ്ത ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫോർത്ത് പ്രോബ്ലം, ഇൻ്റഗ്രൽ ഓഫ് cos 2x into cos 4x into cos 6x into dx. cos 2x into cos 4x into cos 6x. ഇവിടെ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട്. നമ്മളതിനെ സമ്മോ ഡിഫറൻസോ ആക്കുമ്പോൾ ഈ 2 എണ്ണം വെച്ച് വേണം എടുക്കാൻ. ഞാൻ ആദ്യം ഈ cos 4x into cos 6x ആണ് എടുക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല 2 cos x cos y ഈസ് ഈക്വൽ ടു cos x plus y പ്ലസ് cos x മൈനസ് y. രണ്ട് കോസ് ഫംഗ്ഷൻസിൻ്റെ സമ്മായിട്ട് നമുക്ക് 2 cos x cos y എക്സ്പ്രസ് ചെയ്യാം. ചോദ്യത്തിൽ 2 ഇല്ലാത്തത് കൊണ്ട് നമുക്ക് cos x cos y മതി. cos x cos y എങ്ങനെ വരും? cos x cos y is equal to cos x plus y plus cos x minus y divided by 2. ഞാൻ ആദ്യം cos 4x into cos 6x-നെയാണ് സമ്മാക്കി എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. 4x-നെ x ആയിട്ട് എടുക്കണം, 6y-യെ y ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? cos 4x plus 6x x plus y plus cos 4x minus 6x x minus y divided by 2. This is equal to cos 4x plus 6x 10x plus cos
minus 2x. 4x minus 6x is minus 2x by 2. And we know that cos minus x is equal to cos x. Cos minus x, cos x തന്നെയാണ്. അതേസമയം sin minus x minus sin x ആണ്. This is equal to cos 10x plus cos 2x by 2. ഇത് ഏതെങ്കിലും രണ്ട് ഫങ്ഷൻസ് എടുത്ത് സമ്മോ ഡിഫറൻസോ ആക്കി എക്സ്പ്രസ് ചെയ്യുക. ഞാൻ ഈ രണ്ട് ഫങ്ഷൻസ് എടുത്തപ്പോൾ എനിക്ക് രണ്ട് കോസ് ഫങ്ഷൻസിൻ്റെ സമ്മായിട്ടാണ് കിട്ടിയത്. ഇനി ഞാൻ മൂന്നും കൂടെ ചേർത്തെടുക്കുകയാണ്. ഫോർ കോസ് 2x ഇൻറ്റു, സൂക്ഷിച്ച് ചെയ്യണം, കോസ് 4x ഇൻറ്റു കോസ് 6x ഇസ് ഈക്വൽ ടു കോസ് 2x ഇൻറ്റു കോസ് 10x പ്ലസ് കോസ് 2x divided by 2. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ കോൺസ്റ്റൻ്റായ 1/2 വെളിയിലെടുക്കുകയും അതേസമയം തന്നെ ഈ കോസ് 2x അകത്തോട്ട് ഇൻറ്റു ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? 1/2 ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 10x പ്ലസ് cos 2x into cos 2x, cos 2x into cos 2x. 1/2 വെളിയിലെടുത്തു, cos 2x അകത്തോട്ട് കൊടുത്തു. This is equal to half into cos 2x into cos 10x plus cos 2x into cos 2x cos square 2x. ഒരു പ്രാവശ്യം കൂടെ പറയാം. ആദ്യമേ 3 ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം എടുത്ത് അതിനെ സമ്മോ ഡിഫറൻസോ ആക്കി എക്സ്പ്രസ് ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്ത ശേഷം 3 ഫംഗ്ഷനും കൂടെ ചേർത്തെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു എക്സ്പ്രഷൻ കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ശ്രദ്ധിച്ചേ, ഇത് വീണ്ടും കോസ് എക്സ് കോസ് വൈ ആയി. നമ്മൾ എഴുതിയിട്ടുണ്ട് കോസ് എക്സ് കോസ് വൈ ഈസ് കോസ് എക്സ് പ്ലസ് വൈ ബൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ ബൈ 2. കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ആദ്യത്തേത് എക്സ് ആയിട്ട് എടുത്തു, രണ്ടാമത്തത് വൈ ആയിട്ട് എടുത്തു. വീണ്ടും നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആദ്യം അപ്ലൈ ചെയ്ത ഫോർമുല തന്നെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും? കോസ് 2x പ്ലസ് 10x കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് cos 2x minus 10x cos x minus y divided by 2. അത് cos 2x cos 10xൻ്റെ എക്സ്പ്രഷനാണ്. പ്ലസ് കോസ് സ്ക്വയർ 2x. കോസ് സ്ക്വയർഡ് എക്സ് വരുവാണെങ്കിൽ നമ്മൾ പ്രോബ്ലത്തിൽ പഠിച്ചു 1 പ്ലസ് കോസ് 2x ബൈ 2 എന്ന് എഴുതണം. കോസ് സ്ക്വയർഡ് എക്സ് ഈസ് 1 പ്ലസ് കോസ് 2x ബൈ 2. അപ്പോൾ ഇവിടെ 1 പ്ലസ് കോസ് 2x, കോസ് സ്ക്വയർഡ് എക്സ് ആണെങ്കിൽ 2x, ഇവിടെ വരുന്ന ആംഗിളിൻ്റെ ഇരട്ടിയാണ് എഴുതേണ്ടത്. അപ്പോൾ 1 പ്ലസ് കോസ് 4x ബൈ 2 എന്ന് വരും. ശ്രദ്ധിച്ച് 3 ഫങ്ഷൻസ് കൂടെ ഒന്നിച്ചെടുത്തു. അതിനുശേഷം 1/2 വെളിയിലെടുത്തിട്ട് കോസ് 2x അകത്തോട്ട് കൊടുത്തു. അപ്പോൾ കോസ് 2x ഇൻറ്റു കോസ് 10x പ്ലസ് കോസ് 2x ഇൻറ്റു കോസ് 2x കോസ് സ്ക്വയർഡ് 2x എന്ന് വന്നു. ആദ്യത്തെ എക്സ്പ്രഷൻ കോസ് എക്സ് കോസ് വൈ ഫോം ആയിരുന്നു. അതിനെ കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ ബൈ 2 രണ്ട് കോസ് ഫങ്ഷൻസിൻ്റെ സമ്മായിട്ട് എഴുതി. മൂന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് അടുത്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ 2x ആണ്. കോസ് സ്ക്വയർഡ് എക്സ് വന്നാൽ 1 പ്ലസ് കോസ് 2x ബൈ 2. കോസ് സ്ക്വയർഡ് കഴിഞ്ഞിട്ട് വരുന്ന ആംഗിളിൻ്റെ ഇരട്ടിയാണ് എഴുതേണ്ടത്. അപ്പോൾ കോസ് സ്ക്വയർഡ് 2x ആയപ്പോൾ 1 പ്ലസ് കോസ് 4x ബൈ 2 എന്ന് വന്നു. എല്ലാ ടേമിലും 1/2 ഉണ്ട്. ആ 1/2 പുറത്തെടുക്കുമ്പോൾ 1/2 ഇൻറ്റു 1/2. ബാക്കി എക്സ്പ്രഷൻസ് ഒന്ന് നീറ്റായിട്ട് എഴുതാം. ഈ 2 പുറത്തെടുത്താണ് ഈ 1/2. അപ്പോൾ എങ്ങനെ വരും? കോസ് 12x പ്ലസ് കോസ് മൈനസ് 8x. ഈ 1/2ൻ്റെ 2ഉം വെളിയിലെടുത്തു. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് കോസ് 4x. And we know that cos minus 8x is cos 8x. Okay.
ഹോൾ ഡിവൈഡഡ് ബൈ 2 എല്ലാ എക്സ്പ്രഷനും ഉണ്ടായിരുന്നു, അത് പുറത്തെടുത്തു. ഒന്നുകൂടെ നീറ്റായിട്ട് എഴുതാം. എങ്ങനെ വരും? 1/2 ഇൻറ്റു 1/2 1/4 ഇൻറ്റു കോസ് 12x പ്ലസ് കോസ് 8x പ്ലസ് 1 പ്ലസ് കോസ് 4x. സിംപ്ലിഫൈ ചെയ്തു. 3 ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു. നമ്മളതിനെ 4 എക്സ്പ്രഷൻസിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്തു. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദെർഫോർ ഇൻ്റഗ്രൽ കോസ് 2x ഇൻറ്റു കോസ് 4x ഇൻറ്റു കോസ് 6x ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/4 ഇൻറ്റു കോസ് 12x പ്ലസ് കോസ് 8x പ്ലസ് 1 പ്ലസ് കോസ് 4x dx എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് 12x കോസ് എക്സിൻ്റെ സൈൻ എക്സ്. ദെർഫോർ സൈൻ 12x ബൈ 12 12xനെ എക്സ് ആയിട്ട് എടുത്തു, പ്ലസ് കോസ് 8xൻ്റെ സൈൻ 8x ബൈ 8 പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് 1 ഈസ് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് cos 4x is sin 4x by 4 plus c. 3 ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് വരുമ്പോൾ ആദ്യം 2 എണ്ണം എടുത്ത് സമ്മോ ഡിഫറൻസോ ആക്കുക, അതിനുശേഷം മൂന്നാമത്തേതും കൂടെ ചേർക്കുക. അപ്പോൾ വീണ്ടും ഫോർമുല അപ്ലൈ ചെയ്ത് സമ്മോ ഡിഫറൻസോ ആക്കേണ്ടി വരും. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. Fifth problem is integral of sin square 2x plus 5 dx. Sin squared x വന്നാൽ sin squared x is equal to 1 minus cos 2x by 2 എന്നെഴുതി ചെയ്യണം. ഇവിടെ വരുന്ന ആംഗിളിൻ്റെ 2 ടൈംസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ എക്സ് വന്നപ്പോൾ ഇവിടെ 2x. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് സൈൻ സ്ക്വയർ 2x പ്ലസ് 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 into 2x plus 5 divided by 2. 1 minus cos 2 into 2x plus 5 divided by 2. This is equal to 1 minus cos 4x plus 10. 2 agothot into ചെയ്തപ്പോൾ 4x plus 10 divided by 2. Okay. Therefore, integral of sin square 2x plus 5 is equal to integral of 1 minus cos 4x plus 10 by 2 dx. അപ്പോൾ സൈൻ സ്ക്വയർഡ് എക്സ് വന്നാൽ 1 മൈനസ് കോസ് 2x ബൈ 2 എന്നെഴുതി ചെയ്യണം. ഇവിടെ വരുന്ന ആംഗിളിൻ്റെ 2 ടൈംസ് ആയിരിക്കും ഇവിടെ വരിക. 1/2 is a constant. Integral of 1 minus cos 4x plus 10. This is equal to 1/2 into integral of 1 is x and integral of cos 4x plus 10 is sin 4x plus 10 divided by 4 plus c. അതെങ്ങനെയാണ്? 4x plus 10നെ ലീനിയർ പോളിനോമിയൽ ആയതുകൊണ്ട് എക്സ് ആയിട്ട് എടുത്തു. cos എക്സിൻ്റെ സൈൻ എക്സ്. ദെർഫോർ cos 4x plus 10ൻ്റെ സൈൻ 4x plus 10 ഡിവൈഡഡ് ബൈ എക്സ് ആയിട്ട് എടുത്ത ലീനിയർ പോളിനോമിയലിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ.